أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 238 വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം: നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നിശ്ചയിച്ചു കൊടുത്തിരിക്കെ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചതിൻ്റെ പകുതി കൊടുക്കേണ്ടതാണ്. അവർ വിട്ടുവീഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ വിവാഹബന്ധം ആരുടെ അധികാരത്തിലാണോ ആ ആൾ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്യുന്നെങ്കിലൊഴികെ. എന്നാൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്തത്. നിങ്ങൾക്കിടയിലുള്ള ഔദാര്യം നിങ്ങൾ മറക്കരുത്. നിശ്ചയമായും നിങ്ങൾ ചെയ്യുന്നതെന്തും അള്ളാഹു നല്ലവണ്ണം കാണുന്നവനാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകിയ വിശദീകരണമാണ് കേൾപ്പിക്കുന്നത്. ഇതിനു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞിരുന്നത് വിവാഹമൂല്യമായി ഒന്നും നിശ്ചയിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ വിവാഹമോചനം ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു. എന്നാൽ ഈ ആയത്തിൽ പറയുന്നത് വിവാഹമൂല്യം നിശ്ചയിച്ചിരിക്കെ വിവാഹബന്ധം വിച്ഛേദിക്കേണ്ടി വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. പറയുന്നു, അത്തരം സന്ദർഭങ്ങളിൽ തലാഖ് ചെയ്യുമ്പോൾ മഹറിൻ്റെ, അതായത് വിവാഹമൂല്യത്തിൻ്റെ പകുതി നൽകേണ്ടതാണ്. മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന എന്നതിൽ മസ്സ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ചിലർ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അഭിമുഖമാകുന്നതിനെയാണ്, അല്ലെങ്കിൽ പരസ്പരം ചേർന്നിരിക്കുന്നതിനെയാണ് മസ്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ബന്ധപ്പെടുന്നതിനെയല്ല എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുന്നതിനെയാണ് മസ്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറേബ്യ ജയിച്ചടക്കുകയും ഇസ്ലാം വ്യാപിക്കുകയും ചെയ്തപ്പോൾ കുന്ദ വംശജയായ ഒരു സ്ത്രീ, അവരുടെ പേര് അസ്മ അല്ലെങ്കിൽ ഉമൈമ എന്നായിരുന്നു. ജൂനിയ അല്ലെങ്കിൽ ബിൻതുൽ ജൂൻ എന്നും അവർ അറിയപ്പെട്ടിരുന്നു. അവരുടെ സഹോദരൻ ഒരു സംഘത്തോടൊപ്പം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചപ്പോൾ വിധവയും എന്നാൽ അതിസുന്ദരിയുമായ തൻ്റെ സഹോദരിയെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അറേബ്യയിലെ ഗോത്രങ്ങൾ തമ്മിലുള്ള ഐക്യം പ്രതീക്ഷിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതം അറിയിക്കുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 12.5 ഓക്കിയ വെള്ളി മഹറായി നൽകി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞങ്ങൾ ഉയർന്ന നിലയിലുള്ളവരാണ്, അതുകൊണ്ട് അത് കുറവായിരിക്കും. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഭാര്യമാർക്കും പെൺമക്കൾക്കും ഇതേവരെ മഹറായി നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ 12.5 ഓക്കിയ വെള്ളി മഹറായി നിശ്ചയിച്ച് വിവാഹം കഴിച്ചു. അവരെ പുതുതായി കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ സുന്ദരിയായ പുതുപ്പെണ്ണിനെ കാണാൻ മദീനയിലെ പല സ്ത്രീകളും വന്നു. അതിലൊരു സ്ത്രീ അവളോട് പറഞ്ഞു, റോബ് അഥവാ ഭയം ആദ്യ ദിവസം തന്നെയാണ് ഇടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ താങ്കളിൽ നിന്നും അള്ളാഹുവിനെ അഭയം പ്രാപിക്കുന്നുവെന്ന് പറയണം. അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടുക്കൽ വന്ന് സ്നേഹത്തോടു കൂടി നിൻ്റെ നഫ്സ് എന്നിൽ അർപ്പിച്ചാലുമെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും രാജ്ഞി തൻ്റെ നഫ്സ് ഒരു സാധാരണക്കാരന് അർപ്പിക്കുമോ എന്ന അഹങ്കാരത്തോടു കൂടിയ മറുപടിയാണ് അവൾ നൽകിയത്. എന്നാൽ പരിചയക്കുറവ് കാരണമാകാം അങ്ങനെ പറഞ്ഞതെന്ന ധാരണയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ മേൽ കൈവച്ചതും ഞാൻ നിന്നിൽ നിന്നും അള്ളാഹുവിനെ അഭയം പ്രാപിക്കുന്നു, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും അള്ളാഹുവിനെ അഭയം പ്രാപിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇത് കേട്ടതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്ന് മഹറിൻ്റെ കൊടുക്കാനുള്ള ഭാഗവും അതിനുപരിയായി 2 ഷാൾ കൂടി നൽകി അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ
ഹസ്രത്ത് അബൂ ഉസൈദിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫലാ തൻസൗൽ ഫദ്ല ബൈനക്കും എന്ന വിശുദ്ധ ഖുർആന്റെ അധ്യാപനം കൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പൂർത്തിയാക്കി കാണിക്കുകയുണ്ടായി. ഈ ആയത്തിൽ മസ്സ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പർശിക്കുക എന്ന് മാത്രമാണ് എങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മഹർ പൂർണ്ണമായും നൽകേണ്ടി വരുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ സ്പർശിച്ചിരുന്നു. എന്നാൽ ഇവിടെ മഹറിൻ്റെ ഒരു ഭാഗം നൽകി എന്ന് മാത്രമാണ് പറയുന്നത്. അതിൽ നിന്നും മനസ്സിലാകുന്നത് ഇവിടെ മസ്സ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പർശിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്നതിനെയാണ് മസ്സ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നാണ്. ഇല്ല അൻ യഅഫു ഔ യഅഫു അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ് എന്നതിൽ, അതായത് അവർ വിട്ടുവീഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ വിവാഹബന്ധം ആരുടെ അധികാരത്തിലാണോ ആ ആൾ വിട്ടുവീഴ്ച ചെയ്യുന്നെങ്കിൽ ഒഴികെ. ഇവിടെ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, അതായത് വിവാഹബന്ധം ആരുടെ അധികാരത്തിലാണോ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിലും ഭിന്നാഭിപ്രായമുണ്ട്. ചിലർ പറയുന്നത് അതുകൊണ്ട് ഭർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഭർത്താവ് വിട്ടുവീഴ്ച ചെയ്യുക എന്നാൽ മഹർ പകുതി നൽകുന്നതിന് പകരം പൂർണ്ണമായും വിട്ടു നൽകുക എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അവിടെ പെണ്ണിൻ്റെ വലിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. വലി വിട്ടുവീഴ്ച ചെയ്യുക എന്നാൽ വലിക്ക് വേണമെങ്കിൽ ആ നൽകാനുള്ള പകുതി മഹറും വേണ്ടെന്ന് വെക്കാവുന്നതാണ് എന്നാണ്. അഫു എന്നതിന് കൂടുതൽ നൽകുക എന്നും അർത്ഥമുണ്ട്. മറ്റൊരു നിവേദനത്തിൽ നിന്നും അത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. ജുബൈർ ബിൻ മുഅ്തിം ഒരു സ്വഹാബി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. പിന്നീട് അവളെ തലാക്ക് ചൊല്ലിയപ്പോൾ മഹർ പൂർണ്ണമായും അവർക്ക് നൽകിയെന്ന് മാത്രമല്ല, മറിച്ച് കൂടുതൽ നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അന അഹഖു ബിൽ അഫ്വി, ഞാൻ അഫു ചെയ്യാൻ കൂടുതൽ അർഹതയുള്ളവനാണ്. ഇവിടെ കൂടുതൽ നൽകുന്നതിനെയാണ് അദ്ദേഹം അഫു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വഇൻ തഅഫു അഖ്റബു ലിത്തഖ്വ എന്നതിൽ പുരുഷനെയും സ്ത്രീയെയും വലിയെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇത്തരം സന്ദർഭങ്ങളിൽ തൻ്റെ അവകാശം ചോദിച്ചു നേടുന്നതിനേക്കാൾ അത് വിട്ടുകൊടുക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന പാഠം കൂടി അത് നൽകുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ജനങ്ങളത് ശ്രദ്ധിക്കാറില്ല. മറിച്ച് തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ചോദിച്ച് പിന്നാലെ കൂടാനും വേണ്ടി വന്നാൽ അടിപിടി കൂടാനും വരെ തയ്യാറാകുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ തുനിയുന്നില്ല. എന്നാൽ അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അത് തഖ്വയുമായി, അതായത് ഭയഭക്തിയുമായി വളരെ അടുത്തതാണ്. നിക്കാഹ് കഴിഞ്ഞെങ്കിലും താൻ ഭർത്താവിൻ്റെ വീട്ടിൽ താമസം തുടങ്ങാത്ത സ്ഥിതിക്ക് മഹർ മാപ്പാക്കി നൽകുകയാണെങ്കിൽ എന്ത് സംഭവിക്കാനാണ് എന്ന് സ്ത്രീ ചിന്തിക്കേണ്ടതാണ്. എന്നതുപോലെ ആ സ്ത്രീ എൻ്റെ കൂടെ താമസിച്ചിട്ടില്ലെങ്കിലും എന്നോട് ചേർത്ത് പറയപ്പെട്ട സ്ഥിതിക്ക് കൂടുതൽ അധികം നൽകിയേക്കാം എന്ന് പുരുഷനും ചിന്തിക്കേണ്ടതാണ്. കൂടാതെ ഫിത്ന അഥവാ പ്രശ്നമുണ്ടാവാത്ത വിധത്തിൽ അവർക്കിടയിൽ തീരുമാനം എടുക്കാൻ വലിയും ശ്രമിക്കേണ്ടതാണ്. വലാ തൻസുൽ ഫദ്ല ബൈനക്കും എന്നതിൽ നിസ്യാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറക്കുക അല്ലെങ്കിൽ മറവി സംഭവിക്കുക എന്നല്ല, മറിച്ച് വിട്ടു നൽകുക എന്ന അർത്ഥത്തിലാണ്. വലാ തൻസുൽ ഫദ്ല ബൈനക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മെ ഉപദേശിച്ചിരിക്കുന്നത് നിങ്ങൾ പരസ്പരമുള്ള കാര്യങ്ങളിൽ ഒരാൾ മറ്റൊരാളെ സഹായിക്കുകയും ഉപകാരം ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ മുന്നേറാൻ ശ്രമിക്കേണ്ടതാണെന്നാണ്. അവസാനം ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു സൽക്കർമ്മവും തന്നെ പാഴായി പോകുന്നതല്ല, മറിച്ച് അള്ളാഹു അതിന് നല്ല പ്രതിഫലം നൽകുന്നതാണ്. കാരണം അവനെല്ലാം കാണുന്നവനാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കേണ്ടതാണ്. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.